അപ്പോൾ ഇന്നില്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി മീൻ കറി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെറൈറ്റി മീൻ കറി നിങ്ങളോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും നീളത്തിലരിഞ്ഞത്, കുറച്ച് തേങ്ങ ചിരകുമ്പോൾ കുറച്ച് വലിയ കഷ്ണം വന്നപ്പോൾ ഞാനത് മുറിച്ചിട്ടതാണ് കേട്ടോ. പുളി, പിന്നെ നമ്മുടെ നമ്മളിന്ന് മത്തി കറിയാണ്, തേങ്ങ അരച്ച മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോണത് ഗായ്സ്. നമ്മളിതിന് വേണ്ടിയിട്ട് ഇതൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വലിയ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അത് വാടി വരുമ്പോൾ നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉള്ളിയും തക്കാളിയും കൂടി ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആ കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുത്തില്ല, തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും പാടെ ഇട്ടിട്ട് നന്നായിട്ട് മൂന്നും പാടെ ഒന്ന് പൊടികളൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന രീതിയിലാക്കണം കേട്ടോ. ഈ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലോട്ട് കോരി വയ്ക്കുക. അത് തണുത്തതിൻ്റെ ശേഷം നമുക്ക് അരയ്ക്കാനുള്ളതാണ്. പിന്നെ നമ്മളിത് വീണ്ടും ഉരുളി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോൾ മീൻ വാങ്ങിയാലും ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു രുചി വേറെയാണ്. പിന്നെ നമ്മൾ അരച്ച അരപ്പും പാടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ അരപ്പ് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെള്ളത്തിൽ ഇട്ട് വെച്ച പുളി അതും പാടെ ആവശ്യത്തിന് പുളിയും കൂടിയും കലക്കിയിട്ട് നമ്മൾ ഒഴിക്കണം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഇടാൻ പോണത് ഇതേ പച്ചമുളക്, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടിയാണ്. ഒരു കഷ്ണം തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കുക. അതിൻ്റെ ശേഷം നമ്മൾ തുറന്ന് നമ്മുടെ ഈ മത്തി കുട്ടന്മാരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ മീൻ കറി റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ മീൻ കറിയാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റ് ആണെങ്കിലോ സൂപ്പറായിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ടേസ്റ്റ്. പിന്നെ ഇത് ഈ പരിപാടി സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മുടെ മീൻ കറിക്ക് ഇങ്ങനെ ആ ഒരു ഉള്ളി മൂപ്പിച്ചിടുമ്പോഴുള്ളൊരു മണം ഉണ്ടല്ലോ, മണവും ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ അത് ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളിവിടെ ഫൈനലി മീൻ കറി റെഡിയാണ് ഗൈസ്. അപ്പം ഈ മീൻ കറി വീഡിയോ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടാലാണ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫിഷ് കറി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഏത് ഫിഷാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കുക. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക്, അടിപൊളി. ഫൈനലി നമ്മൾ ആ വറവും കൂടി അങ്ങോട്ട് കൊട്ടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടിയും തൂക്കി കൊടുക്കുന്നുണ്ട്. കാരണം ആ മല്ലിയിലയുടെ ഒരു ടേസ്റ്റ് മീൻ കറിയിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം മല്ലിയില. അപ്പോൾ നമ്മുടെ മീൻ കറി വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.